പോട്ടില്ലേ? ആ ഒരാഴ്ച ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഞങ്ങൾ രണ്ടാളും ഹോസ്പിറ്റലിൽ തന്നെ കൂട്ടാൻ ഞങ്ങൾ കഴിക്കുക. അച്ഛനും കഴിക്കും ഞാനും കഴിക്കും, കുഴപ്പമില്ല. അല്ലാ ചെക്കപ്പും കഴിഞ്ഞ് പോയിട്ട് അവരുടെ ഞാൻ പറഞ്ഞു പോകാൻ വീട്ടിൽ അപ്പൊ കാല് അപ്പൊ ആള് കാലിന് ഇതായില്ലേ. അപ്പൊ നീ മലയാളി ഡോക്ടർ പറഞ്ഞു. അയാൾ ഇങ്ങനെ ഇത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊണ്ടുപോകണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവര് വിടൂല. അതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു എന്തായാലും ഈ കാലും വെച്ചത് വരട്ടെ, വേണ്ട അവിടെ നിന്നാണ് കോവിഡ് പള്ളിക്ക് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൽ എത്രയോ ഡോക്ടേഴ്സ് ഉണ്ട്, അവര് സ്വയം വീട്ടിൽ വന്ന് ചെയ്യുന്നത്. അവരമ്മ കുറെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. ഇവിടെ എത്ര ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് തിരിച്ചു പോരും ആളെന്ന് സംഭവിക്കാട്ടെ. അച്ഛന് പോരണ്ടിരുന്നില്ല അവിടെ. ലാസ്റ്റിലായി ഡോക്ടേഴ്സും പറഞ്ഞു, അതെ ഇപ്പോഴല്ല നമുക്ക് അറിയണം ഈ റിപ്പോർട്ടൊക്കെ കണ്ടപ്പോ. ഡോക്ടേഴ്സും പറഞ്ഞു അച്ഛനെ തിരിച്ചു കൊണ്ടുപോയിക്കോ. പക്ഷെ അച്ഛൻ അപ്പോഴേക്കും പേടിയുന്നു. അപ്പൊ അച്ഛനെ ഈ ഹോസ്പിറ്റലിൽ വിടണ്ട. He was like, no. ഓക്സിജൻ കിട്ടൂല, ബെഡ്. ഞാൻ എങ്ങനെയാ വരാ? അപ്പൊ അപ്പഴ് ഞാൻ പറഞ്ഞു നമുക്ക് കാലി കെട്ടിക്കാം. ആ കാലി കെട്ടിക്ക പോലെയാണ് ഡോക്ടറെ വന്നത്. ഞങ്ങള് രണ്ടാളുള്ളൂ, വേറെ ആരും ഇല്ലല്ലോ അവിടെ. അപ്പൊ അയാളെ പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുപോകാം, പക്ഷെ ഇവര് സമ്മതിക്കൂല എന്നാ ചെക്കൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് നമ്മളെ ഒരു മലയാളി നേഴ്സിനെയും ഒരു മലയാളി 2 ടൈമിൽ അച്ഛൻ്റെ ഒപ്പത്തൊക്കെ നമ്മള് വെച്ചില്ലേ പൈസ കൊടുത്ത്, ഓർമ്മില്ല? അവനും പറഞ്ഞു അത് അല്ല. ഞാനെന്താ വിചാരിക്കുന്നറിയോ, ഈ അച്ഛൻ ഇങ്ങനെ പോയ കാരണം നമുക്കത് എപ്പോഴും വിഷമം. ലാസ്റ്റ് 2-3 ആഴ്ച ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഈ ഹോസ്പിറ്റൽ, ഈ ഫോർട്ടിസിന്റെ പിന്നാലെ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് അൺസെറ്റ്ലിംഗ്. അതെങ്ങനെ കോവിഡ് ഇല്ലാത്ത ഒരാൾ ഉള്ളില് പോയിട്ട് കോവിഡ് ആയി മരിക്കുന്നത് just too hard for us to. Difficult. Exactly. That was even my one. ഭയങ്കര എനിക്കും അതാണ് ഒരു വിഷമം. ബിക്കോസ് കോവിഡ് വാർഡ് ഏറ്റവും വിഷമം എപ്പോഴും എന്നോട് അച്ഛൻ പറയാറുണ്ട്. അച്ഛൻ എപ്പോഴും പറയാറുണ്ട് എന്നോട്, സർഗ തന്നെ നീ താമസിക്കണ്, യു കാൻ ലിവ് അലോൺ, നിന്നെ പൂച്ചകളി തിന്നും രാത്രി, അങ്ങനെയൊക്കെ കുറെ പറയാറുണ്ട് അച്ഛൻ എന്നോട്. നോ റിയലി ഹി യൂസ്ഡ് ടു സേ കാറ്റ്സ് വിൽ ഈറ്റ് യു ആൻഡ് ഓൾ. എപ്പോഴും സറൗണ്ടിങ് ബൈ പീപ്പിൾ ഒരാളിങ്ങനെ തന്നെ അവിടെ കടന്നു പോയത് that is like really sad, unsettling. And my biggest thing is that he has such smart daughters like us who can just fight and get anything that he will need, and we just could not do anything. It was such a helpless state. That was like, even when he was dying, I was right down in the hospital and they didn't let me go up. I mean, that was like so not happening. Really, I feel on that we'll never get peace, because we feel we didn't do anything. Yes. Like we didn't help him when he wanted help. When she found that one private nurse, that guy was the biggest lifesaver. I forgot his name. Yeah. Do you remember he had one private nurse? Right. That we should have done some 2 weeks back. It would have been much better. more. Yeah. And that's why, we've not, at least you saw him, Chechi, we've not seen him also. So we don't, it's like we have to imagine what all might have happened in that hospital. Oh, it is like, good you didn't see. Died. It's good you didn't see, I would say, because that is the image that is like, so, I mean, I cannot get over that. I mean, this is our father. I mean, he's put in one cover, okay? In that, I don't think he's wearing clothes also, because it was half of the thing, and with full bandage, and he looks like he has fought some battle or something. That much tired he was looking. I mean, I don't know what they made him go through, because how much he was not able to talk also towards the end, right? He was like in actions and all. So, I mean, it's such a sad state to see him like that, It's good you people didn't see that state of him in a way. And it's been 3 years and I still haven't forgiven myself for not being there with him. Yeah. I feel like I was so scared I didn't have the vaccine and I was fundraising.
I still wish somehow I got into that hospital. We know it was COVID. They were not allowing anybody inside, no. But I still feel like somehow we should have still done something else. You know, Yeah, no, we didn't know it. If it was now, later on we got to know about this hospital scam and everything, right? Earlier we Yeah. never knew. Okay. If we knew that, we would not have listened to him. So many times we told him we will go to a smaller hospital where we can come, we can look at him and all that, But Yeah. then when he is saying no, bed is there, oxygen is there, everything is there, we are also scared, right? Because we don't know that this hospital there's a scam like this. We don't know, right? I mean, Yeah. Yeah. if we would have known that, we would have fought with him and we would have got him out. But in that state, we were also not aware. After that, I used to always tell people whenever I see, don't take your old parents to the hospital when they have COVID, because they're treating old people so badly. It's like they don't care, really. I mean, they And don't I think we understand. felt so helpless. Helpless feeling. I It was was feeling such a helpless helpless. feeling. Oh, it was so bad. Sitting down below on the ground floor when he's dying on top, what more helpless can you feel? Where you can't do anything. They're not even letting you see him. Nothing. I mean, it's so crazy to be in that state. And then they are like, matter of fact, what is his age? It's okay. What shit? Who are you to decide that he should die or he should be alive? I mean, it's like that kind of attitude, those stupid doctors that over there, what is his name? Some Mehta, one cartoon. I almost slapped him, really. I was so angry with him when he said like this. It was like really bad. That itself made me understand, these people are not taking care at all. They're not bothered about old people. In the end, that nurse, Simeti, that fellow who was there, you were talking to him, right? He was okay only, He was. Yeah, we were shifting him to the ICU. But after shifting, they did not connect, and then the later part he said, by the time he reached ICU, he is dead. Actually, എന്താണെന്നറിയോ? While shifting. Actually, നമ്മളെല്ലാവരും There got a heart attack there, or we have no clue. No, That heart attack, though, I think is like one scam only. It's a scam. I feel like I think heart something attack else is has a scam. happened. No, I'm no, so sure actually that what- oxygen must have gone. They must not have അല്ല, taken yeah. care. ഇപ്പൊ ഒരുപാട് ആൾക്കാർ നാട്ടിൽ മരിക്കുന്നുണ്ട് ഈ കോവിഷീൽഡ് എടുത്ത ആൾക്കാര്, ബിക്കോസ് ദാറ്റ് വാക്സിൻ അത് എടുക്കുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് പീപ്പിൾ ആർ ഡൈയിങ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട്. ദാറ്റ് കുഡ് ബി വൺ ഓഫ് ദ റീസൺസ്. ഈ കോവിഷീൽഡ് ആഫ്റ്റർ ഇഫക്റ്റ് അത് ബ്ലഡ് ക്ലോട്ട് ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുക. അതിപ്പോഴല്ലേ അപ്പോഴാ ജിസ്മന്ത് അത് രണ്ടു ദിവസം മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അയാൾ. He was not well, le. അച്ഛൻ well, he was not well, no. So then maybe that thing became faster. അങ്ങനെയാ, ബിക്കോസ് ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട് ഈ കോവിഷീൽഡ് എടുത്ത ആൾക്കാര് ഈ ക്ലോട്ട് ആയിട്ട്. ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക്, ദീസ് ടു തിങ്സ് ആർ റിയലി ഹാപ്പനിങ്. No, that's true. But in his case, what has happened is, at least it looks like, he was fighting the to me it feels like he didn't have COVID when he went. Yeah. He went there, he got COVID from the ward. From the hospital he got COVID. Because we didn't believe the report only when it came. We were like, no way he has COVID. So I think he got COVID in the hospital. And then he was already weak, his hip was broken, he had stopped his MDS medicine, he was not taking that. So his body was already immunity-wise weak. And eventually it is the COVID that he was not able to fight the COVID. Like that's what it is. His immunity has fought, his WBC count was in thousands. Yeah. Means his body has fought the fought COVID, like crazy. but COVID won. Yeah, but COVID won. Yeah, that's also Towards the true. end, his report, like he got COVID in the hospital and he died of COVID. Eventually, most people die with a heart attack. Like the heart stops and that's how you die, or you stop breathing. But he has tried to fight the COVID and then it's just that. It's unfortunate he fell and that leg happened. Yeah. But see, what I keep thinking is, even if he didn't have COVID,
he probably would have died of the MDS. That doctor had clearly said 3.5 years. So And he will come this way at least he went. This way at least he went quickly. He went after talking to Amma in the morning. He was conscious, you know. I see my friends, parents and all, they're all in like half dead states, you know, being fed through tubes, this, that and all. The only peace we can have is that he didn't go on the ventilator and have to take some food through some tube. It is at least better than that. The only sad thing is we were all not there. Nobody was there. Yeah. That is the sad part. Yeah, I don't know that's how true. to feel better about that, you know. I keep blaming myself. Same here, same here. I also feel I somehow could have reached that day, Same. the day I also when they feel I reached. could have done Yeah. something else. We should have brought him home. Some decision went wrong in that. Actually, he wanted to be in the hospital, but if we had just taken him out, at least we would have been near him. Yeah, that is No? what. Nice. അമ്മേന്റെ പറയണേ അതാണ് എൻ്റെ Health is so important, no? Everybody has to take. എന്തെങ്കിലും എന്റെ ആവുമ്പോഴേ എന്തെങ്കിലും ഒരു കാരണം വരും, അതാണ്. അല്ലമ്മേ, ഇതല്ലെങ്കിൽ വേറെ കാരണം. We are facing death now, so many deaths. This അല്ലെങ്കിൽ that, and then we keep, അയ്യോ, we should not have അത് കാരണം അമ്മ അല്ലെങ്കിൽ മരിക്കാറാകുമ്പോഴേക്കും അവിടെ എല്ലാ മക്കളൊക്കെ ഉണ്ടാവും. അവർക്കറിയാലോ മരിക്കാൻ പോകുന്നത്. എല്ലാ മക്കളെ എത്തിരുന്ന് മരിക്കുന്ന കാലം ആ ജനറേഷൻ കഴിഞ്ഞു. ഇപ്പൊ ആർക്ക് കാണാൻ പറ്റില്ല, ഒന്നുമില്ല. വായക്കോടെ, മൂക്കിക്കോടെ, ചെവിട്ടിക്കോടെ ഒക്കെ കൊടുത്തിട്ട് ചത്താൽ വെക്കും. അവർ വെക്കും ഐസിന്റെ പൈസ മേടിക്കാൻ. ഞാനൊരു ഡോക്ടറെ പറഞ്ഞിട്ടില്ലേ, ഒരു ഏജ് കഴിഞ്ഞ് ഇതിൽ രക്ഷപ്പെട്ടവർക്ക് വീട്ടിൽ കൊടുക്കുക, എല്ലാവരും ഇപ്പൊ വർത്താനം പറഞ്ഞ് അവർക്ക് എന്താ പറഞ്ഞത് ഇപ്പോഴത്തെ സമ്മതിക്കൂലല്ലോ അവര്. ഡോക്ടർ സമ്മതിക്കില്ല, അവര് അവിടെ വെക്കും. ചത്താലും 2 ദിവസം പിന്നെയും വെക്കും. അപ്പൊ 2 ദിവസം കാശ് കൂടി മേടിക്കും. This whole noble profession has become a... പറഞ്ഞ കാരണം ഡോക്ടറിന്റെ അവസ്ഥ പണി പോയി. അതിന് പ്രശ്നമില്ല, പണി പോയില്ല, അത് വേറെ പോയത്. വേറെ പണി കിട്ടും അവർക്ക്, അതൊരു വലിയ വിഷയമൊന്നുമല്ല അവർക്ക്. അത്രേ ഉള്ളൂ. അവർക്കുണ്ട് ടാർഗറ്റ്. ഈ വലിയ വലിയ സ്റ്റാർ എല്ലാവർക്കും ഒരു മാസം എത്ര ഉണ്ടാക്കണം, എനിക്കൊരു ജോലിയിലൊന്നുമില്ല. അപ്പം എനിക്ക് വരുന്ന എന്നോട് പറയും, നീ പോയിട്ട് സോണോഗ്രാഫി ടെസ്റ്റ് ചെയ്യാനായിട്ട്. അവൻ വെറുതെ ഈശ്വരായിട്ടിരിക്കണം, അവൻ എന്തെങ്കിലും പണി വേണ്ട, അല്ലെങ്കിൽ അവന്റെ ജോലി പോയില്ലേ. രാജേഷിന്റെ ഫ്രണ്ട്സ്, he was coming in the train, he seeing these doctors of KIMS. നമ്മള് പോയില്ലേ അച്ഛൻ്റെ Kims, KIMS, they have target and they seeing എത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്ന്. പ്രോപ്പർ മീറ്റിംഗ് ടാർഗറ്റ് ആലോചിച്ച് നോക്കിയേ. അവർക്ക് ഇത്ര ചെയ്യണം, ഇത്ര അവർക്ക് ആ ഒരു മാസം അവർ ഇത്ര ചെയ്യണം. ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഇത്ര പൈസ they have to pay. That's what. പ്രൈവറ്റ് എന്തിനാ പറയുന്നത്, ഇപ്പൊ വീണ്ടും സർജറി ചെയ്തില്ലേ, ഞങ്ങൾ തിരിച്ചു വരുമായിരുന്നു ലിഫ്റ്റില്. So 2 doctors were discussing about their targets. Oh, I have to still meet this much. ये हो जाएगा तो हो जाएगा target. This many things we will do. I mean, seriously. they have the targets, They have you know. targets, yeah. It's really bad. പക്ഷെ ഒരു കാര്യമാണ്, whatever it is, COVID what is horrible. അത്രേ ഉള്ളൂ. Real horrible yaar. അത് കാരണം നോക്കി അമ്മ ഒരിക്കലും പോവാണ്ട് വീട്ടിലിരിക്കണ. നമ്മുടെ ഹെൽത്ത് നമ്മൾ ആവുന്ന പോലെ നമ്മൾ നോക്കാം. അപ്പൊ നമുക്കൊരു സമാധാനം. ഒന്നും ആവൂലെന്നും ഗ്യാരണ്ടി ഇല്ല, പക്ഷെ നമുക്കൊരു സമാധാനം. ഈ അമ്മയുടെ ഷുഗറിന്റെ പറ്റി ഇനി എന്താ ചെയ്യണ്ട നമ്മള്? അയ്യോ, ഇവിടെ ഒരാളെ എനിക്ക് ഭയങ്കര ഡയറ്റീഷ്യൻ ആയിക്കൊണ്ടിരിക്കും ഇപ്പൊ സീമ. എല്ലാ ദിവസവും കാലത്ത് പാവയ്ക്ക ജ്യൂസ്, കൽപ്പയ്ക്ക ജ്യൂസ്, ഒരു അമ്മയ്ക്ക് വേണ്ട
മില്ലറ്റ് വേണ്ട. ആ അമ്മക്ക് തൈറോയിഡ് ഉണ്ടാ? അമ്മക്ക് തൈറോയിഡ് ഉണ്ടാ? Thyroid ഇല്ല. She is normal on everything. Except She only for- is highly diabetic now. But everything else is normal. ഈ ഡയബറ്റീസിന് ഏറ്റവും ബെസ്റ്റ് പാവയ്ക്ക ജ്യൂസാ കാലത്ത്. What is pavikya? കൈപ്പയ്ക്ക ജ്യൂസ്. അതിന്റെ ജ്യൂസ് അമ്മ ഇമ്മീഡിയറ്റ്ലി കൈപ്പക്ക ജ്യൂസ് കാലത്തേക്ക് ഞാൻ ഉണ്ടാക്കി ഗ്ലാസ്സിൽ ഒഴിക്കില്ല. അപ്പൊ ഗ്ലാസ് അതിനെ നോക്കിട്ട് ഇങ്ങനെ പറയാം. പക്ഷേ അപ്പൊ ആലോചിച്ച് ഞാൻ കുടിക്കും. ഞാൻ അല്ല എനിക്ക് കൈപ്പയ്ക്ക ജ്യൂസ് എന്താ ഇഷ്ടം എന്നറിയോ? നമ്മുടെ കൊറേ വെയിറ്റും കൂടെ പോയി കിട്ടും അതില് കൈപ്പയ്ക്ക ജ്യൂസിൽ. അത് ആലോചിച്ച് അവിടെ കുടിച്ചാ മതി, വെയിറ്റ് കൂടുണ്ടെന്ന്. കൈപ്പയ്ക്ക ജ്യൂസ് കുടിച്ചാ കൈപ്പയ്ക്ക ജ്യൂസ് ബാത്റൂമിൽ പോകും. ആണാ ഇപ്പൊ നോക്കി അതുകൊണ്ട് മാറണമെന്നില്ല ഡയബറ്റീസ്. ഷുഗർ നോക്കിയാ അനന്തരന് കുറച്ചും കൂടി കൂടി. കൂടിയാ? അപ്പൊ അമ്മ വെള്ളം ഒഴിച്ച് കുടിക്കായിരിക്കും. അമ്മ വെള്ളം ഒഴിച്ച് രാവിലെ കഴിച്ച ജ്യൂസ്, പിന്നെ മുഴുവൻ ദിവസം ദോശ. എന്ത് നെല്ലിക്ക ജ്യൂസ്? ആ നെല്ലിക്ക ജ്യൂസ് ഇമ്മ്യൂണിറ്റി ആ വിജാമ, ഭയങ്കര ഇമ്മ്യൂണിറ്റി വരും. ഓഹ് ഐ ക്യൂർഡ് കോവിഡ് വെച്ചിട്ട് ഭയങ്കര ചത്തതായതായിരുന്നു ചേച്ചി. തന്നെ ഈ നെല്ലിക്ക ജ്യൂസ് കുടിച്ചിട്ടാണ് ഇത്തിരി ഒരു എനർജി വന്നത്. നെല്ലിക്ക ജ്യൂസ് ഭയങ്കര എനർജിയാ. നെല്ലിക്ക ജ്യൂസ് കുഞ്ഞുട്ടിക്ക് നല്ലതാ കുടിക്കുന്നത്. അല്ലാതെ മുടിക്ക് കണ്ണിന് അല്ലാതെ ശക്തിയാ. അമ്മയുടെ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ എവിടം വരെ എത്തി? ഈ നനകള് ശരിയായിന്ന്. അല്ല എന്താന്ന് അമ്മ ഈ പാവയ്ക്ക ജ്യൂസ് കുടിച്ചാ ഈ കോൺസ്റ്റിപ്പേഷനും ഡയബറ്റീസും എല്ലാം പോകും. പക്ഷെ വെള്ളം ഒഴിക്കരുത് അതില്, വെള്ളം ഒഴിക്കരുത് അതില് സീമ. രണ്ട് പാനിപൂരി തിന്നാ മതി. ഞാൻ അവിടെ എടുത്ത് പോയാലേ വെള്ളം തന്നെ ചോദിച്ചാൽ തരുന്നില്ല. അപ്പൊ പാനിപൂരി വെച്ച് 2 കപ്പ്. അത് മിത്താണോ? ഈ കൈപ്പയ്ക്ക ജ്യൂസ് കുടിച്ചിട്ട് 6 മാസം. കൈപ്പയ്ക്ക ജ്യൂസ് കുടിച്ചിട്ട് 6 മാസമായി ഡ്രിങ്കിങ് എവറി ഡേ. കൈപ്പയ്ക്ക ജ്യൂസാ? ഈ കൈപ്പയ്ക്ക ജ്യൂസ് കുടിച്ചിട്ട് ബാക്കി മധുരങ്ങളൊന്നും തിന്നരുത് അമ്മ. അതാ പറയാ. രാത്രിയായി ടേബിൾ മല്ലേ ഒരു മിഷൻ ഇമ്പോസിബിളിലത്തെ സ്പൈസ് ഒക്കെ ഇല്ലേ, അവരെങ്ങനെയാ പോയി ഡയമണ്ട് ഒക്കെ ഇങ്ങനെ സ്റ്റീൽ ചെയ്യാ, അങ്ങനെ രാത്രിയായി ടേബിൾ മലത്തെ വേരിയസ് സ്നാക്സ് ഒക്കെ വാനിഷ് ആവുന്നുണ്ട്. ആർക്കറിയാ ആരാ കഴിക്കുന്നത്? അത് കാരണം കിടക്കയുടെ പിന്നിലും ഓൾ അറൗണ്ട് ഹെർ ഇങ്ങനെ കൈ ആക്സസബിൾ പ്ലേസസ് നിറച്ച് ബോട്ടിലുകളിൽ ഓരോന്നുണ്ട്. ചിപ്സ്, ബിസ്ക്കറ്റ്. എന്നിട്ട് ഞങ്ങളതൊക്കെ പറയുമ്പോ അമ്മ പറയും, ഞാൻ ഇത്തി ഈ വയസ്സായില്ലേ, എനിക്ക് എത്ര കാലുണ്ട്. എല്ലാം കഴിക്കാം, പക്ഷെ ഇത്തിരി കഴിക്കാവോ? ഒരു ചിപ്സ് അങ്ങനെ ഒരെണ്ണം. പക്ഷെ ഒരെണ്ണം വെച്ചിട്ട് ഇത്തിരി കഴിക്കാവോ? ഈ സ്നാക്കിംഗ് ഹാബിറ്റൊക്കെ നമുക്ക് എവിടുന്ന കിട്ടിയിരിക്കുന്ന അറിയില്ലേ? അത് ഞങ്ങൾ ഇപ്പോഴാ ഡിസ്കവർ ചെയ്ത. ഈ വീട്ടില് ഹിഡൻ ക്യാമറാസ് ഉണ്ട്, അതിന് നമുക്ക് മനസ്സിലായ അത് ശരി അങ്ങനെയാണ് നമ്മളെല്ലാവരും ഈ സ്നാക്സ് കഴിക്കണ അല്ലേ. അത് അതിനുണ്ടായില്ല, അവർക്ക് അമ്മയുടെ ബ്രാൻഡിങ് ഇസ് വെരി സ്ട്രോങ്. ഞാനൊന്നും കഴിക്കില്ല.
അച്ഛനിപ്പോ ഇവിടെ ഇല്ല ടു ഡിഫെൻഡ് ഹിംസെൽഫ്. അമ്മയുടെ ഫോട്ടോ കോട്ടിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഗ്രൂപ്പ് മേലെ ഇടാൻ പോവാണ്. എന്തൊക്കെ ഇല്ല അതില്. And then I took some things, I was throwing it. She was so upset with me. ഒന്നുമില്ലേ? Simeji. അവിടെ വെച്ചാൽ ഇവിടെ മരമായിരുന്നു. അപ്പൊ വരൂല്ല. ഡയബറ്റീസ് ആകുമ്പോഴേ അമ്മ ഹെൽത്തി ആയിട്ടുള്ള കാക്കറ അതിനാണ് കഴിക്കാൻ പേടിയാണ്. ഒന്നുമില്ല, എത്ര രസത്തിലുണ്ടാക്കിയാലും രസം പോലും രാവിലെ കൈപ്പയ്ക്ക ജ്യൂസ് കൊണ്ട് തുടങ്ങും. പിന്നെ ആസ് ദ ഡേ കണ്ടിന്യൂസ് കൈപ്പയ്ക്ക എവിടെ, പാവയ്ക്ക എവിടെ. ലാസ്റ്റ് വന്ന് അമ്മ ഫുൾ ഈ ഷുഗർ കൂടിയ കാരണം ഫുൾ മോർണിംഗില് ലാസ്റ്റ് കഞ്ഞിയില്ല. ലാസ്റ്റ് ഈ ഷുഗർ ഇട്ട ദിവസം ചക്ക ഒരു ഫുൾ കുട്ടി. എന്നിട്ട് ഇന്നലെ രാത്രി ഭയങ്കര ഷുഗർ കൂടുന്നു. ഒന്ന് സംസാരിച്ചു. രാജേഷ് വന്നിട്ടുണ്ട് കേട്ടാ, ഒരു മിനിറ്റ്. രാജേഷ് ആനിവേഴ്സറി ആണ്. ഹായ് രാജേഷ്. ഹലോ. ഓപ്പറേഷൻ കഴിഞ്ഞു, കുഴപ്പമില്ല. എന്താണ് സ്റ്റിച്ചിങ് ഒക്കെ മാറ്റി നീ കണ്ടോളോ. ആണാ? കുഴപ്പമൊന്നുമില്ല, എല്ലാം മാറ്റി നടക്കാൻ പറഞ്ഞു. ഓ സർഗ, wait here. How is wedding? Yeah, we should come on 5th, no? Yeah, sister. I've done all the bookings, everything done. Want to extend it for one more day. Amma will stay longer, I think. Alla Amma. Hey, you let me know on 6th you want to stay for one more day. I can do that. No, after the wedding only one function is there, no? No function is there. Wedding is at what time? It's arranged. No, so what we are doing in this hotel? Hey, talking to each other, we can have a great time. One mala exchange and all will happen, no? Yeah, one mala exchange, everything is done. Finished. Finished. It will be done not on 6th. It's on 6th, no? Register marriage is on 6th or it's already over? Just checking. Okay. In our register marriage, Tilakan family, my sister alone, we have a great time. Correct now? No calling all the big bang and everything, calling everything, nothing. This is in Cochin, It is, that place is in Cochin? Cochin, married. What do you want, you let me know. Done. No, we'll be there. I'll bring Amma and Tam. I'll leave on 6th. She will stay longer. No, if you want her to stay longer, whatever it is. You want a bachelor party over there? All of us bachelors. And one married honey. I can arrange a strip dancer. Ayyo, Vanda, that will be too much. My mother will also be there. No, he's getting embarrassed.
Maharashtra. I'll give it to Orina. But they really love to have it. വെറുതെ വേറെ ഒരു ഫംഗ്ഷനും ഇല്ല. രജിസ്റ്റർ സൈൻ ചെയ്യും, ഒരു താലിമാല That's on 6th on another day. Register marriage is on 6th or when it is? 6th. Okay. So on Mala also they won't exchange. And then അല്ലെങ്കിൽ it is on September only Muhurtam will be. Yeah, they will exchange the mala. That's it. താലി കെട്ടും, റിങ്സ് എക്സ്ചേഞ്ച് ചെയ്യും, അത്രയേ ഉള്ളൂ കല്യാണം. വേറെ ഒന്നുമില്ല. 5th I booked on 5th why you know. We can meet up and we can enjoy a little bit, no. അത് കഴിഞ്ഞിട്ട് 6th marriage come back. Come home. അത്രയേ ഉള്ളൂ. What about Amma? Amma, you all cannot come home. Yeah, we'll Amma come can now. come home. We'll all go, not to Kollam. I'll leave after the marriage. I'll come back. They're going back. Okay. Come It will be a weekend after that, no? No. I have things. It's in the middle of the week. No. See, the marriage is on Thursday. I will come. I'll come home. It's on Thursday, the marriage. Then we can come home. Sunday, I'll come back. Friday, we can go. അമ്മേനെ കുറച്ചും കൂടെ നാളെ ഞാൻ വെക്കേ സീമയുടെ പെർമിഷൻ. അത് കഴിഞ്ഞിട്ട് അവരെയും കൊണ്ട് ഹരിയാൻ she will come and meet you, Seema. That's a good idea. സീമയുടെ ബ്ലെസ്സിങ്സ് എടുക്കണ്ടേ? എന്റെ ബർത്ത്ഡേ January 13th ഇപ്പോഴേ ഞാൻ ബുക്ക് ചെയ്യാൻ അവന്റെ ടൈമിങ്ങും ബാംഗ്ലൂരിൽ. How cute. Yes. That is cute. That's a good one. You all are cordially invited for Ashton's birthday on the 2025.